കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ലവനും കുശനും പാട്ട് രാമായണം പാടി നടക്കേണ്ട അതിൻ്റെ ഒരു വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ഇപ്പം മുനിമാർ വിചാരിക്കുകയാണ് ഇതുപോലെയുള്ള പാട്ടും വാദ്യവിശേഷവും എത്രയോ കാലമായിട്ട് ചിരഞ്ജീവികളായിട്ട് നമ്മൾ ഒരു ലോകത്തിലും, ഭൂമിയിലോ ഗന്ധർവന്മാരുടെ ലോകത്തിലോ സ്വർഗത്തിലോ എന്തിനു പറയണു പാതാളത്തിലോ ബ്രഹ്മലോകത്തിൽ പോലും ഇങ്ങനെ ഒരു ഗീതവാദ്യങ്ങളെ നമ്മൾ ഒരിക്കലും ഈ ലോകങ്ങളിലൊക്കെ നോക്കിയിട്ടോ അല്ലെങ്കിൽ അറിയേ അങ്ങനെ ഉണ്ടെന്ന് അല്ലെങ്കിൽ കാണേ എന്നുണ്ടെന്ന് കേൾക്കേ ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് തന്നെ അത് ഇങ്ങനെ ഒന്ന് ഇത്ര നല്ലതൊരു പാട്ട് കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇല്ല വെച്ചാൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. 30 ഏവം സ്തുവദ്ഭിരഖിലൈർ മുനിഭി പ്രതിവാസരം ആസാദേ സുഖമേകാന്തേ വാൽമീകേരാശ്രമേ ചിരം. പ്രതിവാസരം മീൻസ് ദിവസം തോറും. ഏവം സ്തുതവദ്ഭി ഇങ്ങനെ ഏവം സ്തുതവദ്ഭി അഖിലൈഹി മുനിഭി ഇപ്രകാരം സ്തുതിക്കുന്ന സകല മുനിമാരോടും കൂടി വാൽമീകേഹെ ആശ്രമേ വാൽമീകിയുടെ ആശ്രമത്തിൽ ഏകാന്തത്തിൽ ചിരം സുഖം ആസാദെ കുറേ കാലം സുഖമായിരുന്നു. അതായത് ദിവസം തോറും എല്ലാ ദിവസവും ഈ വിധം സ്തുതിക്കണ സകല മുനിമാരോടുകൂടി കുശലവന്മാർ വാൽമീകിയുടെ എപ്പോഴും എല്ലാവരും പാട്ട് പാടുമ്പോൾ എത്ര ഭംഗിയാണെന്ന് പറയും. അങ്ങനെ ഇവരുടെ സ്തുതി കേട്ടുകൊണ്ട് കുശലവന്മാർ വാൽമീകിയുടെ ആശ്രമത്തിൽ അവിടെ കുറേ കാലം സുഖമായിട്ട്, അതായത് കാട്ടിലാണല്ലോ ഏകാന്തത്തിൽ കുറേ കാലം സുഖമായിട്ട് താമസിച്ചു. ഏവം സ്തുവദ്ഭിരഖിലൈർ മുനിഭി പ്രതിവാസരം ആസാദേ സുഖമേകാന്തേ വാൽമീകേരാശ്രമേ ചിരം ച കുറേ കാലം. അഥ രാമോശ്വമേധാദീംശ്ചകാര ബഹുദക്ഷിണാൻ യജ്ഞാൻ സ്വർണമയീം സീതാം വിധായ വിപുലദ്യുതിഹി. അതിനുശേഷം വിപുലദ്യുതിഹി രാമ, അതേ അങ്ങേയറ്റം പ്രകാശിക്കുന്ന ശോഭിക്കുന്ന രാമൻ, ദ്യുതി പറഞ്ഞല്ലോ, രാമൻ സ്വർണമയീ സീതാം വിധായ സ്വർണം കൊണ്ടുള്ള സീതയുടെ ഒരു പ്രതിമ നിർമ്മിച്ചിട്ട്, സീത ഇല്ലല്ലോ, ഭാര്യ ഇല്ലാണ്ട് യാഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഭാര്യയ്ക്ക് പകരം ഒരു പാശ്വമേധം പോലുള്ള യാഗമൊക്കെ ചെയ്യുമ്പോൾ യജമാന പത്നി വേണേ. ഇപ്പോൾ പത്നി ഇല്ലല്ലോ, അപ്പോൾ പത്നിക്ക് പകരം സ്വർണം കൊണ്ടൊരു സീതയുടെ ഇത് നിർമ്മിച്ചിട്ട്, ഒരു പ്രതിമ നിർമ്മിച്ചിട്ട് ബഹുദക്ഷിണാൻ അശ്വമേധാദീൻ യജ്ഞാൻ, വളരെ ദക്ഷിണയൊക്കെ ധാരാളം ദക്ഷിണയൊക്കെ കൊടുക്കണമല്ല അവർക്ക്, അങ്ങനത്തെ അശ്വമേധം മുതലായ യാഗങ്ങളെ, അതാണ് അശ്വമേധാദീൻ യജ്ഞാൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാരാജാവ് എന്ന് പറയുന്ന രാജാവാണല്ലോ ആ സമയത്ത്. അപ്പോൾ രാജാവായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള രാമചന്ദ്ര പ്രഭു എന്താ ചെയ്തത്, ധാരാളം ദക്ഷിണകളൊക്കെ കൊടുക്കേണ്ട യാഗങ്ങളായിട്ടുള്ള അശ്വമേധാദി പല യാഗങ്ങളും നടത്തി. അപ്പോൾ യാഗത്തിൽ യജമാന പത്നിയായിട്ട് ഇല്ലല്ലോ, സീത ഇല്ലല്ലോ, ശ്രീരാമനാണ് യജമാനൻ. അപ്പോൾ യജമാന പത്നി ഇല്ലാത്തതുകൊണ്ട് യാഗം ചെയ്യാൻ പത്നി സഹിതനായിട്ട് വേണം എന്നുള്ള വിധി കാരണം സാക്ഷാൽ സീത അടുത്തില്ലാത്തത് കൊണ്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സീതയുടെ വിഗ്രഹത്തിനെ പത്നിയാക്കിയിട്ട് സങ്കല്പിച്ചിട്ട് അനവധി യാഗങ്ങൾ ചെയ്തു. അഥ രാമോശ്വമേധാദീംശ്ചകാര ബഹുദക്ഷിണാൻ യജ്ഞാൻ സ്വർണമയീം സീതാം വിധായ വിപുലദ്യുതിഹി. 32-33 തസ്മിൻ വിധാനേ ഹൃഷയ സർവേ രാജർഷയസ്തഥാ ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാ സമാജഗ്മുർദിദൃക്ഷവഃ. 33 വാൽമീകിരപി സംഗൃഹ്യ ഗായന്തൗ തൗ കുശീലവൗ ജഗാമഹൃഷിവാടസ്യ സമീപം മുനിപുങ്കവ. തസ്മിൻ വിമാനെ, ആ സദസ്സിലെ
യജ്ഞം നടക്കണ ആ യാഗശാലയിൽ സർവേ ഋഷയ തഥാ രാജർഷയ ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാ ദിദൃക്ഷവ അതായത് ഋഷികളും രാജർഷികൾ, സാധാരണ ഋഷികളും രാജർഷികളും രാജാവും ഋഷിയും ആയവരെ, ബ്രാഹ്മണരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഈ യാഗങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ട് ദിദൃക്ഷവാഹ കാണുവാൻ ആഗ്രഹിച്ചായിട്ട് എല്ലാ വർണ്ണങ്ങളിലുള്ളവരും സമാജഗ്മു അവിടെ എത്തി. മുനിപുങ്കവഹ വാൽമീകി അഭി മുനിശ്രേഷ്ഠനായ വാൽമീകിയും. അപ്പോൾ ഇത്രകമായിട്ട് യാഗം നടക്കുമ്പോൾ അനവധി മഹർഷിമാരും പിന്നെ രാജർഷികളും രാജാക്കന്മാരും ഋഷിമാരെ പോലുള്ള രാജാക്കന്മാരും രാജർഷികളും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ യാഗം കാണാൻ എത്തണ്ടേ. അപ്പോൾ വാൽമീകിയും അങ്ങോട്ട് പോയി. അതാണ് വാൽമീകി അഭി വാൽമീകിയും ഗായന്തൗതൗ കുശലവോ സംഗഹ്യ. അതായത് ഗാനം ചെയ്യാൻ അങ്ങേയറ്റം കഴിവുണ്ടല്ലോ ഈ കുശലവന്മാരെയും കൂട്ടിയിട്ട്, വാൽമീകി ലവകുശന്മാരെയും കൂട്ടിയിട്ട് ഋഷിവാടസ്യ സമീപം ജഗാമ, ആ യജ്ഞശാലയുടെ അടുത്തേക്ക് പോയി. യജ്ഞശാലയിലേക്ക് പോയി, അടുത്തേക്ക് പോയി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. സമീപത്ത് അല്ലേ, സമീപം, ഋഷിവാടസ്യ സമീപം ജഗാമ, ആ യാഗശാലയുടെ അടുത്തെത്തി. അതായത് ആ യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ അനവധി ഋഷിമാരും രാജർഷികളും ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ അത് യജ്ഞം കാണാനും, ഭഗവാൻ എന്താ കഥ, ശ്രീരാമചന്ദ്ര ഭഗവാൻ നടത്തുന്ന യാഗമല്ലേ, അത് കാണാൻ ആഗ്രഹിച്ചിട്ട് അവിടെ വന്നു ചേർന്നിരുന്നു. ആ കൂട്ടത്തിൽ വാൽമീകിയും ഈ കുശലവന്മാരെയും കൊണ്ട് ആ യാഗശാലയുടെ അടുത്തേക്ക് വന്നു. തസ്മിൻ വിധാനേ ഋഷയ സർവേ രാജർഷയസ്തഥാ ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാ സമാജഗ്മുർദിദൃക്ഷവഃ വാൽമീകിരഭിസംഗൃഹ്യ ഗായന്തൗ തൗ കുശീലവൗ, കുശലവന്മാരും ജഗാമ ഋഷിവാടസ്യ സമീപം മുനിപുങ്കവ, സമീപത്തെത്തി. ഇനി തത്രൈകാന്തേ സ്ഥിതം ശാന്തം സമാധിവിരമേ മുനിം കുശ പപ്രച്ഛ വാൽമീകിം ജ്ഞാനശാസ്ത്രം കഥാന്തരേ. തത്ര സമാധിവിരമേ ഏകാന്തേ സ്ഥിതം ശാന്തം വാൽമീകിം മുനിം. അങ്ങനെ അവിടെ ഈ പിന്നെ സമാധിയുടെ അവസാനം, സമാധി വിരമേന്ന് പറഞ്ഞു. സമാധിയുടെ അവസാനത്തിൽ ഏകാന്തത്തിലിരിക്കുന്ന ശാന്തം വാൽമീകി, അതായത് സമാധി കഴിഞ്ഞിട്ടേ, സമാധിയിൽ നിന്ന് ഉണർന്നിട്ട് വളരെ ശാന്തനായിരിക്കുന്ന വാൽമീകിയോട് എന്ത്, കഥാന്തരെ, കഥാമധ്യത്തിൽ, അതായത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണ കഥാമധ്യത്തിൽ കുശഹ ജ്ഞാനശാസ്ത്രം പപ്രച്ഛ, കുശൻ ജ്ഞാനശാസ്ത്രത്തെ ചോദിച്ചു. എന്താണറിയോ, അവിടെ സമാധിയുടെ അവസാനത്തിൽ ഏകാന്തത്തിലിരിക്കുന്ന, വളരെ ശാന്തമായിട്ടിരിക്കുന്ന വാൽമീകി മുനിയോട് കുശൻ തത്വജ്ഞാനം ഉണ്ടാക്കാൻ, എങ്ങനെയാണ് തത്വജ്ഞാനം ഉണ്ടാവുന്ന ആ ശാസ്ത്രം എങ്ങനെ, അതിനെക്കുറിച്ച് ചോദിച്ചു. അതായത് ഇനിയിപ്പോൾ ഇവർ വലുതായി, ഇനിയിപ്പോൾ പിന്നെ മുനിയുടെ അടുത്തുനിന്ന് പോണേ, അപ്പോൾ അവസാനത്തെ ഉപദേശമായിട്ട് തത്വോപദേശം ചോദിച്ചതാവും. കാരണം കുശലവന്മാർ കുറച്ച് വലുതായില്ലോ, ഇനിയിപ്പോൾ ആശ്രമത്തിൽ തന്നെ ഇരിക്കണം എന്നില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞു, എന്താ പറയുക, വേദാധ്യയനവും ബാക്കി വിദ്യകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മുനിയുടെ അടുത്തുനിന്ന് പോകണം എന്നുള്ളത് കൊണ്ട് ഈ പഠിച്ചതിൻ്റെ മുഴുവൻ ഒരു ഇതായിട്ടൊരു ശാസ്ത്രോപദേശം, അല്ലെങ്കിൽ എങ്ങനെയാണ് തത്വജ്ഞാനം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച് ചോദിക്കാൻ തീർച്ചയായും അതുകൊണ്ടാവും, അങ്ങനെയാവും എന്ന് പറയുകയാണ്. അതായത് അങ്ങനെ ചോദിച്ചു, തത്വജ്ഞാനം ഉണ്ടാവുന്ന തരത്തിലുള്ള ശാസ്ത്രം എന്താണെന്നുള്ളത് ചോദിച്ചു. ആരോടെ? വാൽമീകിയോട് കുശൻ. തത്രൈകാന്തേ സ്ഥിതം ശാന്തം വിരമേ മുനിം കുശ പപ്രച്ഛ, കുശൻ ചോദിച്ചു വാൽമീകിയും ജ്ഞാനശാസ്ത്രം പറഞ്ഞുതരാൻ പറഞ്ഞു. ജ്ഞാനശാസ്ത്രം കഥാന്തരേ. അപ്പോഴോ 35 ഭഗവൻ ശ്രോതുമിച്ഛാമി, ചോദിക്കുകയാണ് കുശൻ, ഭഗവൻ വിളിക്കുകയാണ് വാൽമീകി. ശ്രോതുമിച്ഛാമി സംക്ഷോപാത് ഭവതോഖിലം ദേഹിന സംസൃതിർബന്ധ കഥമുൽപദ്യതേ ദൃഢ. ഭഗവൻ, ഹേ ഭഗവാനെ, അതായത് വാൽമീകി സംബോധന ചെയ്യണം. ഭവത, അങ്ങയുടെ സമീപത്തിൽ നിന്ന്, സംക്ഷേപാത് അഖിലം ശ്രോതുമിച്ഛാമി, ഇതുവരെ പഠിച്ചതൊക്കെ ഒരു ചുരുക്കത്തിൽ, രത്നച്ചുരുക്കം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേഹിന, ദേഹിക്ക്, അതായത് ദേഹം എടുത്തവർക്ക്, ദൃഢ സംസൃതേഹേ ബന്ധ, ഈ സംസാര ബന്ധം കഥം ഉൽപ്പദ്യതേ, എങ്ങനെയാണ് ഉണ്ടാവണത് ഈ സംസാര ബന്ധം ചോദിക്കുകയാണ്. ശരിക്കും
എന്താണ് ഈ സത്യമേ, അതായത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മുഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചുരുക്കിയിട്ട് രത്നച്ചുരുക്കം, ഈ ശാസ്ത്രത്തിൻ്റെ രത്നച്ചുരുക്കം ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈ ജീവന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാര ബന്ധം ഉണ്ടാവണേ? നമുക്ക് എല്ലാവർക്കും മരണം ഭയമാണ്. മരണം വിട്ടുപോകണതിനെ പറ്റി എപ്പോഴും നമുക്ക് ഇതാണല്ലോ അറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ട് അതാണ് ചോദിക്കണത് ക്വസ്റ്റ്യൻ. ഈ ജീവന് വിട്ടുപോവാൻ, ഈ ദേഹത്തിന് വിട്ടുപോവാൻ പറ്റാത്തത്ര വിധം ഈ സംസാരബന്ധം എന്തുകൊണ്ടാണ് ഉണ്ടാവണേ? ഈ ജീവന്, എല്ലാ ജീവികൾക്കും മരണഭയം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉറുമ്പാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അതിന് പറ്റുന്നത്ര സ്പീഡിൽ ഓടുമല്ലോ, ഏത് ജന്തു. അപ്പോൾ എല്ലാ ജീവനും, ഇപ്പം നമ്മൾ മനുഷ്യരെ മാത്രമല്ല, ഒരു ജീവന് ഈ ദേഹം വിട്ടുപോവാൻ വിഷമം തോന്നുന്ന വിധത്തിൽ ഈ സംസാരബന്ധം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു. ഭഗവൻ ശ്രോതുമിച്ഛാമി സംക്ഷോപാത് ഭവതോഖിലം ദേഹിന സംസദേർബന്ധ കഥമുത്പദ്യതേ ദൃഢ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതുണ്ടാവണത്? സംസാരബന്ധത്തിന് നമ്മൾ അടിമകളാവണം, അല്ലെങ്കിൽ ഈ ബന്ധനം ഉണ്ടാവണത്. 36 കഥം വിമുച്യതേ ദേഹി ദൃഢബന്ധോദ്ഭവാഭിധാത് വക്തുമർഹസി സർവജ്ഞ മഹ്യം ശിഷ്യായ തേ മുനി. ഭവാഭിധാത് ദൃഢബന്ധാത്. ഈ ഭവം എന്ന് പറഞ്ഞാൽ ഭവം സംസാരം എന്നറിയപ്പെടുന്നതാണ്. ഭവാഭിധാത്, ഭവം സംസാരമാണല്ലോ. സംസാരം എന്ന് പേരായിട്ടുള്ള ഈ ദൃഢമായ ബന്ധത്തിൽ നിന്ന് ദേഹി കഥം വിമുച്യതേ. ഈ ജീവൻ, ദേഹത്തിലിരിക്കുന്ന ശക്തി, അതാണ് ദേഹി. ദേഹത്തിലിരിക്കുന്ന ഈ ദേഹി, അതായത് നമ്മൾ ജീവാത്മാവെന്നൊക്കെ പറയാം. ദേഹത്തിലിരിക്കുന്ന ഈ ദേഹി എങ്ങനെ മോചിക്കപ്പെടുന്നു? അതായത് ഈ സംസാര ബന്ധത്തിൽ നിന്ന് ദേഹത്തിലിരിക്കുന്ന ദേഹി അല്ലെങ്കിൽ ജീവാത്മാവ് എങ്ങനെ രക്ഷപ്പെടും? സർവജ്ഞ, എല്ലാം അറിയുന്ന ആളാണല്ലോ അങ്ങ്. തേ ശിഷ്യായ മഹ്യം, അങ്ങയുടെ ശിഷ്യനായിട്ട് എനിക്കായിക്കൊണ്ട് വക്തുമർഹസി, അത് പറഞ്ഞാൻ അർഹനാകുന്നു എന്ന് പറയുകയാണ്. അതായത് എന്താണ് ശുകൻ്റെ ചോദ്യം? ഈ സംസാര ബന്ധനത്തിൽ നിന്ന് ഈ ജീവാത്മാവിന് എങ്ങനെയാണ് മോചനം ലഭിക്കുക? എല്ലാം അറിയുന്ന സർവജ്ഞനാണ് അങ്ങ്. അങ്ങയുടെ ശിഷ്യനായ എന്നോട് അത് പറയണേ. ഞാൻ കേൾക്കാൻ അർഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങ് പറയാൻ അർഹിക്കുന്നു. കഥം വിമുച്യതേ ദേഹി ദൃഢബന്ധോദ്ഭവാഭിധാത് വക്തുമർഹസി സർവജ്ഞ മഹ്യം ശിഷ്യായ തേ മുനി. അപ്പം വാൽമീകി ഉത്തരം പറയണതാണ് ഇനി. വാൽമീകി ഉവാച, അല്ലേ? അതെ. വാൽമീകി ഉവാച ശൃണു വക്ഷ്യാമി തേ സർവം സംക്ഷേപാത് ബന്ധമോക്ഷയോ സ്വരൂപം സാധനം ചാഭി മത്ത ശ്രുത്വാ യഥോദിതം. ഒന്നും കൂടി ഒന്നിച്ചാണ് 38 കൂടി. തഥൈവാചര ഭദ്രം തേ ജീവൻ മുക്തോ ഭവിഷ്യസി ദേഹ ഏവ മഹാഗേഹമദേഹസ്യ ചിദാത്മന. എന്താ പറയണേ? ശൃണു, ഇന്ന് കേട്ടാലും. വാൽമീകി പറയണ ബന്ധമോക്ഷയോഹോ, ബന്ധത്തിൻ്റെയും മോക്ഷങ്ങളുടെയും, അതായത് ബന്ധത്തിൽ നിന്നുള്ള മോചനാണല്ലോ മോക്ഷം. അപ്പോൾ ബന്ധത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും സ്വരൂപം സാധനം ച സർവം, സ്വരൂപം അതെങ്ങനെയാണ്? ഇതെല്ലാം സംക്ഷേപാത്, ചുരുക്കിയിട്ട് തേ വക്ഷ്യാമി, ഞാൻ പറയാം, നിനക്കായിട്ട് വേണ്ടിയിട്ട് പറയാം. തേച്ച നിനക്കായിക്കൊണ്ട് പറയാം, വക്ഷ്യാമി. ശ്രുത്വ, അത് കേട്ടിട്ട് യഥോദിതം, ഏത് വിധമാണ് ഞാൻ പറയപ്പെട്ടത്, തഥാ ഏവ ആചാര, ഞാൻ പറയണ പോലെ ആചരിക്കൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. തേ ഭദ്രം, നിനക്ക് മംഗളം. ജീവൻ മുക്ത ഭവിഷ്യസി, നീ ജീവൻ മുക്തനായി തീരട്ടെ. അനുഗ്രഹിച്ചു, നീ ജീവൻ മുക്തനായി ഭവിക്കും. അനുഗ്രഹിച്ചു. അദേഹസ്യ ചിദാത്മനഃ, ദേഹം ഇല്ലാത്തവനാണെങ്കിലും ചിദാത്മാവിന് ദേഹ മഹാഗേഹം ഏവ, ദേഹം മഹാഗൃഹം തന്നെ. അതായത് ദേഹരഹിതനാണെങ്കിലും ഈ ആത്മാവിന് ദേഹം ഒരു ഗൃഹമാണ്. എന്താ പറഞ്ഞു വെച്ചാൽ ഈ ആദ്യം പറഞ്ഞു, വാൽമീകി പറഞ്ഞു, ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപത്തിനെയും അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരണങ്ങളും ഞാൻ ചുരുക്കമായിട്ട്, അതിനെ ചുരുക്കി ഞാൻ നിന്നോട് പറയാം. നീ ശ്രദ്ധിച്ച് കേട്ടോളൂ. കേട്ടാൽ പോരാ, ഞാൻ പറഞ്ഞ പോലെ നീ ആചരിക്കും വേണം, എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ. എന്നാൽ നിനക്ക് മോക്ഷം കിട്ടും, ബന്ധത്തിൽ നിന്ന് മോചനം കിട്ടും. അങ്ങനെ നിനക്ക് ഞാൻ പറയണത് പോലെ ആചരിച്ചാൽ എല്ലാ ദുഃഖങ്ങളും നീങ്ങിയിട്ട് നിനക്ക് ജീവൻ, ഈ ദേഹം ഉണ്ടെങ്കിൽ പോലും നീ
ജീവൻ മുക്തനായിട്ട് ആ ദേഹം വീണവരെ നിനക്ക് ജീവൻ മുക്തനായിട്ടിരിക്കാം. അതായത് വാസ്തവത്തിൽ പരമാത്മാവിന് ശരീരമൊന്നുമില്ല. ഓ, ശരീരമുണ്ടോ പരമാത്മാവിന്? അതാ നിഷ്കള ബ്രഹ്മാണ് അല്ലേ. ശരീരമൊന്നുമില്ല, രൂപമില്ല, ഒന്നുമില്ല. എങ്കിലും ഈ ദേഹം വലിയൊരു ഗൃഹം തന്നെയാണ്. അതായത് ഈ ഗൃഹത്തിലത്തെ ഗൃഹനാഥന് ശരിക്കും പറയാച്ചാൽ നമ്മളിപ്പോൾ ഒരു വീടുണ്ടെന്ന് വിചാരിച്ചുള്ളൂ. ആ വീട്ടിലെ ഗൃഹനാഥൻ വീടല്ലല്ലോ. ഇപ്പോൾ വീട് കത്തിയാൽ ഗൃഹനാഥനൊന്നും സംഭവിക്കില്ല. പുറത്തേക്ക് പോയാൽ ഗൃഹനാഥൻ അപ്പോഴും ഉണ്ട്. വീട് നശിച്ചാലും അത് നല്ലൊരു എക്സാമ്പിളാണ് ശരിക്കും. എന്താ പറയുക, ഗൃഹത്തിലത്തെ ഗൃഹനാഥനെ പോലെയാണ് ഈ ദേഹത്തിലത്തെ നമ്മുടെ ജീവാത്മാവ്. ദേഹം നശിച്ചാലും ജീവാത്മാവ് നശിക്കില്ല. ഇപ്പോൾ ഒരു ഗൃഹമുണ്ട്, ആ ഗൃഹത്തിൽ നിന്ന് പോയാൽ, ആ ഗൃഹം ഇല്ലാതെ ആയി പോയാൽ, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു, നമ്മൾ അതിൻ്റെ ഉള്ളിലല്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഗൃഹനാഥന് ഗൃഹനാഥൻ ഗൃഹമല്ലാത്തതുപോലെ ജീവാത്മാവ് ദേഹമല്ല. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവാണ്, നമ്മൾ ഈ ദേഹമല്ല എന്ന് പറയണതേ അല്ലേ. ഗൃഹവും ഗൃഹനാഥനും ഒന്നല്ലല്ലോ. അതാലോചിച്ചാലോ നോക്കൂ, ഗൃഹവും ഗൃഹനാഥനും ഒന്നല്ല. ഗൃഹത്തിൻ്റെ ഉള്ളിൽ ഗൃഹനാഥൻ ഇരിക്കണു അല്ലേ. അതുപോലെയാണ് ദേഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവാത്മാവ് ഇരിക്കണു. ഗൃഹവും ഗൃഹനാഥനും ഒന്നല്ലാത്ത പോലെ ജീവാത്മാവും ദേഹവും ഒന്നല്ല. ഗൃഹം വേറെ, ഗൃഹനാഥൻ വേറെ. അതേപോലെ ആത്മാവ് ദേഹത്തിൽ നിന്ന് ഭിന്നൻ തന്നെയാണ്, വേറെ തന്നെയാണ്. വളരെ നന്നായിട്ട് പറഞ്ഞു അല്ലേ. ഇത്ര നമുക്ക് മനസ്സിലാവാൻ തൊക്കണം പറയണ്ടേ. കാരണം ദേഹം അതാണല്ലോ നമ്മുടെ പ്രശ്നം മുഴുവൻ. നമ്മൾ ദേഹമാണ് ഞാനെന്ന് വിചാരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗൃഹനാഥനും ഒന്നല്ല, അതുപോലെ ജീവാത്മാവും ദേഹവും ഒന്നല്ല, വേറെ തന്നെയാണ്, ഭിന്നനാണെന്ന്. ഇത് രണ്ടും കൂടി വായിക്കാം. വാൽമീകിരുവാച ശൃണുവക്ഷ്യാമി തേ സർവം സംക്ഷേപാത് ബന്ധമോക്ഷയോ സ്വരൂപം സാധനം ചാപി മത്തശ്രുത്വാ യഥോദിതം തഥൈവാചര ഭദ്രം തേ ജീവൻ മുക്തോ ഭവിഷ്യസി ദേഹ ഏവ മഹാഗേഹമദേഹസ്യ ചിതാത്മന. അതുകൊണ്ടാണ് ജീവൻ മുക്തനായിട്ടിരിക്കാൻ പറ്റുന്നതേ. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി കിട്ടിയാള്. അതായത് ഈ ദേഹത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവാണെന്ന അനുഭവമായവനാണ് ജീവൻ മുക്തൻ. ദേഹം ത്യജിച്ചിട്ടില്ല. ദേഹം ത്യജിക്കണതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ആത്മാവാണെന്ന അനുഭവമായിട്ട് ദേഹത്തിനെ സാക്ഷി മാത്രമായിട്ട് നോക്കിക്കാണുന്ന ആളാണ് ജീവാത്മാവേ. ഇപ്പം രമണ മഹർഷിക്കൊക്കെ ദേഹത്തിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ദേഹത്തിനെ നോക്കാൻ സാധിച്ചു. അതായത് ജീവൻ മുക്തൻ. അങ്ങനെ പല ജീവൻ മുക്തന്മാരും ഉണ്ട്. ജീവൻ മുക്തനാവുക എന്ന് പറഞ്ഞാൽ ശരീരം വെടിഞ്ഞോളണമെന്നില്ല. ശരീരം വെടിഞ്ഞാൽ പിന്നെ വിദേഹമുക്തനായി, ദേഹമില്ലാത്ത മുക്തി, ശരിക്കും മുക്തി കിട്ടി അല്ലേ. പക്ഷേ പ്രാരബ്ധകർമ്മം കഴിയണവരെ ചിലപ്പോൾ ശരീരത്തിൽ ഇരിക്കേണ്ടി വരേ. പക്ഷേ ആത്മാനുഭവമുണ്ട്, ആത്മസാക്ഷാത്കാരം കിട്ടിയിരുന്നു. പക്ഷേ ആ പ്രാരബ്ധകർമ്മം ഈ ദേഹത്തിനാണല്ലോ. അത് കഴിയണവർ ആ ദേഹത്തിലിരിക്കും. ദേഹം വീണു പോയ വേഗം ബ്രഹ്മം തന്നെ ആയിത്തീരും. അതാണ് ഇതിൽ പറഞ്ഞേട്ടോ. ഇനി 39, 40 ചെയ്യാം. അത് ചെയ്യാം. തസ്യാഹങ്കാര ഏവാസ്മിൻ മന്ത്രി തേനൈവ കൽപ്പിത ദേഹഗേഹാഭിമാനം സ്വം സമാരോപ്യ ചിദാത്മനി തേന താദാത്മ്യമാപന്ന സ്വചേഷ്ടിതമശേഷത വിദധാതി ചിദാനന്ദേ തദ്ഭാസിതവപു സ്വയം. തസ്യ അവന് അസ്മിൻ ഇതിൽ തേനയേവ അവനാൽ തന്നെ കൽപ്പിത അഹങ്കാരം അവനവന് ഉണ്ടാവണതാണ്. അഹങ്കാരം മന്ത്രി സ്വം ഗേഹാഭിമാനം, സ്വന്തമാകുന്ന ദേഹമാകുന്ന വീട്ടിലുള്ള ദേഹാഭിമാനത്തെ ചിദാത്മനി ആത്മാവിൽ, ദേഹമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടത് ആത്മാവിൽ സമാരോപ്യ, അത് ആത്മാവാണെന്ന് അങ്ങോട്ട് മറന്നിട്ട് ആത്മാവിൻ്റെ സ്ഥാനത്ത് ഞാൻ ദേഹമാണെന്ന് അങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. ആത്മാവോടെ ഉണ്ട്, പക്ഷെ ആത്മാവിനെ മറക്കുകയാണ്, വിസ്മരിച്ചിട്ട്. എന്നിട്ട്
സമാരോപ്യ അതിനോട് ചിതാത്മാവിനോട് താതാത്മ്യത്തെ ആപന്ന പ്രാപിച്ചവനായിട്ട് തദ്ഭാസിത വപു അവനാൽ പ്രകാശിപ്പിക്കപ്പെട്ട സ്വരൂപത്തോടു കൂടിയവനായിട്ട് സ്വചേഷ്ടിതം സ്വന്തം കാര്യങ്ങളെ അശേഷത മുഴുവനും സ്വയം താൻ തന്നെ ചിതാത്മനി ചിൽസ്വരൂപത്തിൽ വിദധാതി ആരോപിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ചിതാത്മാവിന് അതായത് ശരിക്കും ജീവാത്മാവിന് ഈ ശരീരത്തിൽ അഹങ്കാരത്തിൻ്റെ സഹായം, അപ്പോഴാണ് ദേഹാഭിമാനം ഉണ്ടാവണത്. അഹങ്കാരം ഉണ്ടെങ്കിൽ ദേഹാഭിമാനം ഞാൻ അല്ലേ. അപ്പം ഈ മുമ്പ് പറഞ്ഞ ആ ശരിക്കും ശരീരത്തിൽ നിന്നും ഭിന്നനാണ് ആ ആത്മാവിന് ഈ ശരീരത്തിൽ അഹങ്കാരം ഒരു സഹായമായിത്തീരുകയാണ്. അഹങ്കാരം ഉണ്ടാവുമ്പോൾ ചിതാത്മാവ് തന്നെയാണ് ഈ അഹങ്കാരത്തെ കൽപ്പിച്ചതും. അതായത് ഈ ജീവാത്മാവ് തന്നെയാണ് ഞാൻ എന്ന ആ ബോധം വരുമ്പോൾ, അതായത് ഞാൻ വേറെയെന്ന്, അതാണ് അഹം ബോധം. അതായത് ഞാൻ ഭഗവാനിൽ നിന്ന് വേറെയാണെന്ന് ആദ്യതാണല്ലോ. എന്നിട്ടോ ആ ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിന് തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ശക്തിയാണല്ലോ മായ തന്നെയാണ് അഹങ്കാരമായത്. നമ്മൾ കണ്ടുല്ലോ, ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട മഹത്വത്വം ഉണ്ടായി. ആ മഹത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായത്. അങ്ങനെ ഇതിൽ തന്നെയാണ് ഈ ജീവാത്മാവിന്. പക്ഷെ അഹങ്കാരത്തിന് സഹായം വേണം, എന്നാലേ ഇപ്പം ഈ മായയുടെ സഹായത്തെ, അത് ഭഗവാൻ മായാശക്തി ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഗൃഹത്തെ അഹങ്കാരം അഭിമാനിക്കുന്നു. എൻ്റെ ശരീരം ആണെന്നുള്ള ആ ഭാവത്തെ, എൻ്റെ ശരീരം എന്നുള്ളതിനെ എന്ത് ചെയ്യും, ആത്മാവിൽ ആരോപിക്കുകയാണ്. അപ്പം ആത്മാവിൻ്റെ ശക്തി അറിയണേ ഇല്ല. അത് വിസ്മരിച്ചു അല്ലെങ്കിൽ ആവരണം ചെയ്തു. എന്നിട്ട് ദേഹം ആണ് ഈ ചൈതന്യം എന്ന് അങ്ങോട്ട് തീർച്ചയാക്കുകയാണ് നമ്മളെ. അപ്പോൾ ഈ ചിതാത്മാവിൽ, ശരിക്ക് ഭിന്നനായിട്ടുള്ള ചിതാത്മാവിൽ നമ്മൾ ദേഹത്തെ ആരോപിക്കുകയാണ്. അപ്പം ജഡമായിട്ടുള്ള ഈ അഹങ്കാരത്തിന് ഈ ജീവാത്മാവിൻ്റെ ശക്തിയായ മായ കൊണ്ടാണ് ഈ അഹങ്കാരത്തിന് നമ്മളെ ഇങ്ങനെ ഭഗവാനെ ആത്മാവിനെ മറപ്പിക്കുന്നത്. അതാണെന്ന് പറയുകയാണ്. അത് വളരെ ഒരു വിഷമാണ് നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ. കാരണം ശരിക്ക് പരമാത്മാവ് മായയുടെ അപ്പുറത്താണെങ്കിൽ നമുക്ക് ഈ ദേഹാഭിമാനം ഇല്ലേ. അപ്പോൾ മായയിലത്തെ അഹങ്കാരത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ദേഹമാണെന്ന് വിചാരിക്കണമെന്ന് മാത്രമല്ല, ആ ആത്മാവ് അല്ലാന്ന്, ആത്മാവിൻ്റെ സ്ഥാനത്ത്, അതാണ് മായയ്ക്ക് രണ്ട് ശക്തി, ആവരണ ശക്തി ഉണ്ട്. ആ ആത്മാവിനെ ഇങ്ങോട്ട് മറിച്ചിട്ട് ഞാൻ ദേഹമാണെന്നുള്ള അഹങ്കാരം, ഞാൻ ദേഹമാണ് എന്ന അഹങ്കാരം ആ ആത്മാവിനെ മറിച്ചതിന് ശേഷം ആത്മാവിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക. അപ്പം നമുക്ക് ആത്മാവാണെന്ന് പിന്നെ മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല. ഞാൻ ആത്മാവാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ദേഹം തന്നെ തോന്നുള്ളൂ. അതിന് കാരണം ഈ ദേഹാഭിമാനം കൊണ്ട്, ആ ദേഹാഭിമാനം ആക്ച്വലി ഭഗവാന്റെ ശക്തിയായിട്ടുള്ള മായ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പം മായയ്ക്ക് അതീതമായിട്ട് നമ്മൾ പോകണം. തസ്യാഹങ്കാര ഏവാസ്മിൻ, അതായത് ഈ ബ്രഹ്മത്തിൻ്റെ തന്നെ ശക്തിയാണല്ലോ മായ. തസ്യാഹങ്കാര ഏവാസ്മിൻ മന്ത്രി തേനൈവ കൽപ്പിത ദേഹഗേഹാഭിമാനം സ്വം സമാരോപ്യ ചിതാത്മനി, അതിനെ ആത്മാവിൽ ആരോപിക്കുകയാണ്. അപ്പം മറച്ചതിന് ശേഷം ആത്മാവിൽ ആരോപിക്കുമ്പോൾ നമുക്ക് ഞാൻ ദേഹം തന്നെയാണെന്ന് തോന്നുകയാണ്. തേന താതാത്മ്യമാപന്ന, എന്നിട്ട് ദേഹമാണ് ഞാൻ അങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കും. ശരിക്കും നമ്മൾ ആത്മാവാണ്. അതിന്ന് വിട്ടിട്ട് ഞാൻ ദേഹമാണ്, ദേഹത്തിനോട് താതാത്മ്യം പ്രാപിക്കും. ആത്മാവിനോട് താതാത്മ്യം പ്രാപിച്ചാൽ ആത്മസാക്ഷാത്കാരായി. തേന താതാത്മ്യമാപന്ന സ്വചേഷ്ടിതമശേഷത വിദധാതി ചിദാനന്ദേ തദ്ഭാസിത വപുസ്വയം. ഇനി നമുക്കിവിടെ നിർത്താം, അല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യാം, 41 കൂടി ചെയ്യാം. തേന സങ്കൽപ്പിതോ ദേഹി സങ്കല്പ നിഗടാവൃത പുത്രധാര ഗൃഹാദീനി സങ്കല്പയതി ചാനിശം. തേന അവനാൽ, അതായത് ഈ അഹങ്കാരം കൊണ്ടേ, സങ്കല്പിതം ദേഹി സങ്കല്പിക്കപ്പെട്ട ജീവൻ, അതായത് ഞാൻ ദേഹമാണെന്ന് അഹങ്കാരണം കാരണം ഞാൻ ദേഹമാണെന്ന് തീർച്ചയാക്കിയിട്ടുള്ള ആ ജീവൻ സങ്കല്പ നിഗടാവൃത, സങ്കല്പമാകുന്ന ചങ്ങലയാൽ, വെറും സങ്കല്പമാണ് ഞാൻ ദേഹമാണെന്ന്, ശരിക്കല്ല.
ആ സങ്കല്പമാകുന്ന നിഗടം ചങ്ങല, ബന്ധനം. അങ്ങനെ സങ്കല്പ നിഗടാവൃത, സങ്കല്പമാകുന്ന ആ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് പുത്രധാര ഗൃഹാദീനി, പിന്നെ മകൻ, ഭാര്യ, ഗൃഹം എന്നിവ അനിശം സങ്കല്പയതി. പുത്രധാര ഗൃഹാദികളെ എപ്പോഴും സങ്കല്പിക്കുന്നു. ദേഹാഭിമാനം, ഞാൻ ദേഹമാണെന്ന് സങ്കല്പിക്കുമ്പോൾ അതോടുകൂടി എല്ലാം എന്താണ്? അഹന്തയാണ്, ഞാൻ ദേഹമാണെന്ന് സങ്കല്പം. പിന്നെ അതിനോടുകൂടി മമതയും വരും, രാഗദ്വേഷങ്ങളൊക്കെ. അപ്പോൾ അഹങ്കാരത്താൽ ഇങ്ങനെ സങ്കല്പിക്കപ്പെട്ട ഞാനാണെന്ന് അഹങ്കാരം കൊണ്ട് ഞാനാണ് ദേവനെന്ന് സങ്കല്പിക്കപ്പെട്ട ആ ജീവൻ ഈ സങ്കല്പമാകുന്ന ആ കയറുപയോഗിച്ച് അല്ലെങ്കിൽ ചങ്ങല ഉപയോഗിച്ചിട്ട് എപ്പോഴും പുത്രൻ, ഭാര്യ, ഗൃഹം ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ അഹങ്കാര ചങ്ങല കൊണ്ട് തന്നെയാണ് ദേഹാഭിമാനി എല്ലാറ്റിനെയും പിടിച്ചു കെട്ടുന്നത്. ആദ്യ അഹങ്കാരം ഉണ്ടാവും, പിന്നെ മമത. അതാണല്ലോ ആ ചങ്ങല, സങ്കല്പമാകുന്ന ചങ്ങല. എല്ലാം സങ്കല്പമാണ്. അതുകൊണ്ടാണ് ആ സങ്കല്പം നീങ്ങിയാൽ ആത്മസാക്ഷാത്കാരായി. ഞാൻ ദേഹമാണെന്നുള്ള സങ്കല്പം, അതിൽ നിന്നാണ് മമതയും വരണതേ. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. തേന സങ്കല്പിതോ ദേഹി സങ്കല്പ നിഗടാവൃത, സങ്കല്പമാകുന്ന ചങ്ങലയാൽ ചുറ്റപ്പെട്ട് ആവൃതൻ പുത്രധാര ഗൃഹാദീനി സങ്കല്പ യതിചാനിശം. പിന്നെ എൻ്റെ പുത്രൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടിയോളായ എൻ്റെ ഗൃഹം അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. 41 കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.